ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ബോസ്കോ പിതാവിൻ്റെ ഉത്തരവുകൾ അസാധുവാണ്. ഞങ്ങൾ അത് അനുസരിക്കുകയില്ല. ബോസ്കോ പിതാവിൻ്റെ തീട്ടൂരങ്ങൾ ഞങ്ങൾ പുല്ലുപോലെ തൃണവൽഗണിക്കുകയാണ്, പുല്ലുപോലെ കണക്കാക്കുകയാണ്. അദ്ദേഹം ചെയ്തത് മുഴുവൻ ക്രിമിനൽ നടപടികളാണ്. ബോസ്കോ പിതാവ് ക്രിമിനലാണ്. ഷൈജുവും മുണ്ടാടനൊക്കെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വായിട്ടടിക്കുകയാണ്. അവർ രണ്ടുപേരും സഭാ നിയമങ്ങളും നടപടിക്രമങ്ങളും ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾ വിമത വൈദിക നേതാവ്, മറ്റേയാൾ അൽമായ മുന്നേറ്റ നേതാവ്. ഈ നേതാക്കന്മാരുടെ അറിവില്ലായ്മ ഇത്രയധികമാണെങ്കിൽ അണികളുടെ അറിവില്ലായ്മ എത്രയധികമായിരിക്കും? അതിന് അണികളുണ്ടായിട്ട് വേണ്ടേ? വാടകയ്ക്ക് കൊണ്ടുവരുന്ന കുറച്ച് പേരല്ലാതെ അണികളൊന്നും ഇല്ലല്ലോ. ഈ സഭാ നിയമവും സഭയുടെ നടപടിക്രമങ്ങളും നേതാക്കന്മാരെങ്കിലും അറിഞ്ഞിരിക്കണം. പഠിക്കാനുള്ള മൂളയില്ലെങ്കിൽ മറ്റാരെങ്കിലും നല്ല ഉപദേശകരെ വെക്കണം. ഇത് രണ്ടുമില്ലെങ്കിൽ വാ തുറക്കാതിരിക്കണം. എന്താണ് ഇവർ പറയുന്ന ഈ രണ്ടുപേര്, വിമത വൈദിക നേതാവും അൽമായ മുന്നേറ്റ നേതാവും പറയുന്നത്? ബോസ്കോ പിതാവ് രാജി സമർപ്പിച്ചത് 2024 സെപ്റ്റംബറിലാണ്. അന്ന് മുതൽ 2025 ജനുവരി വരെ അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവുകളും കൽപ്പനകളും നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണെന്നും അതിന് അദ്ദേഹം ക്രിമിനലാണെന്നും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നും ഇവർ രണ്ടുപേരും ഇങ്ങനെ കുരയ്ക്കുകയാണ്. ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം അവർ പറയലല്ലോ, കുരയ്ക്കുകയാണ്. പട്ടികളെ പോലെ കുരയ്ക്കുകയാണ്, കാര്യം അറിയാതെ. പേടിച്ചിട്ട് കുരയ്ക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. പട്ടികൾ അങ്ങനെയാണല്ലോ, പേടിച്ചിട്ടേ കുരയ്ക്കണേ. ഈ അപരിചിതനെ കാണുമ്പോൾ പട്ടി പേടിച്ചിട്ടാണല്ലോ പട്ടി കുരയ്ക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ ഇവരോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങളിങ്ങനെ പരസ്യമായി നുണ പറയുന്നത്? ആരെ വഞ്ചിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എറണാകുളത്തെ അൽമായരയോ? അത് നടക്കില്ല. എറണാകുളത്തെ അൽമായര് നിങ്ങളുടെ കൂടി ഇല്ല. ഒന്നാമതായി, തിന്നാനും കുടിക്കാനും നുണ പറയാനും മാത്രമേ നിങ്ങൾ വാ തുറക്കുമെന്ന് എറണാകുളത്തെ അൽമായരും ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിന് പോലീസും സാക്ഷിയാണ്. ഒരു പോലീസല്ല, പോലീസുകാർ മുഴുവൻ. രണ്ടാമതായി, നിങ്ങൾ വാടകയ്ക്ക് കൊണ്ടുവരുന്ന കൂലിപ്പട്ടാളത്തിന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ താല്പര്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന വകയിലാണ് അവർക്ക് താല്പര്യം. ഇനി ഞാൻ കാര്യം പറയാം. ഒരാൾ രാജി സമർപ്പിക്കുന്നത് അത് സ്വീകരിക്കാൻ അധികാരമുള്ള മേലധികാരിക്കാണല്ലോ. അങ്ങനെയല്ലേ നിയമം? രാജി സമർപ്പിച്ചാൽ ഉടൻ അത് പ്രാബല്യത്തിലാവുന്നില്ല എന്ന് നമുക്കറിയാം. രാജി സ്വീകരിക്കാൻ അധികാരമുള്ള മേലധികാരി ആ രാജി സ്വീകരിക്കുകയും ഏത് ദിവസം ഏത് സമയം മുതൽ രാജി പ്രാബല്യത്തിലാവുമെന്ന് വ്യക്തമാക്കുകയും പകരം സംവിധാനം ചെയ്യുകയും അത് വിളംബരം ചെയ്യുകയും ചെയ്താലേ ആ രാജി പ്രാബല്യത്തിലാവുന്നുള്ളൂ. രാജി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ രാജി പ്രാബല്യത്തിലാവുന്നില്ല. നിങ്ങൾക്ക് ഏത് കാനൺ ലോ വിദഗ്ധനോടും ചോദിക്കാം, ഏത് വക്കീലിനോടും ചോദിക്കാം. രാജി സമർപ്പിച്ചാൽ ഉടൻ രാജി പ്രാബല്യത്തിലാവുന്നില്ല. മേലധികാരി ആ രാജി സ്വീകരിക്കണം, പകരം സംവിധാനം ഏർപ്പെടുത്തണം. ഏത് ദിവസം ഏത് സമയം മുതൽ ഈ രാജി സ്വീകരിക്കപ്പെട്ടുവെന്നും പകരം സംവിധാനം വന്നുവെന്നും വിളംബരം ചെയ്യണം, പ്രഖ്യാപിക്കണം. എങ്കിലേ ആ സമയം മുതലാണ് രാജി പ്രാബല്യത്തിലാകുക. 2024 സെപ്റ്റംബർ മാസത്തിൽ ബോസ്കോ പിതാവ് പരിശുദ്ധ സിംഹാസനത്തിൽ രാജി സമർപ്പിച്ചു. സത്യം തന്നെ. അക്കാര്യം വത്തിക്കാൻ പരിശുദ്ധ സിംഹാസനം സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെ അറിയിക്കുകയും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പകരം സംവിധാനം കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. കണ്ടെത്തി കഴിഞ്ഞാൽ അംഗീകാരത്തിനായി വീണ്ടും മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കണം, പരിശുദ്ധ സിംഹാസനം സമർപ്പിക്കണം. അങ്ങനെ അത് അംഗീകരിക്കുന്നതോടു കൂടിയാണ് ഈ രാജി സ്വീകരിക്കുകയെന്ന് വത്തിക്കാൻ വളരെ വ്യക്തമായി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയും അറിയിച്ചു. അങ്ങനെ അതിൻ്റെ പ്രോസസ്സൊക്കെ മെത്രാന്മാർ തുടങ്ങിക്കാണും. ഏതായാലും ജനുവരി മാസത്തിലെ സിനഡിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള പകരം സംവിധാനം റോം അംഗീകരിക്കുന്നത്. ആ അംഗീകരിക്കുന്ന നിമിഷത്തിലാണ് ഈ ബോസ്കോ പിതാവിൻ്റെ രാജി അംഗീകരിച്ച് പ്രഖ്യാപിച്ചത്. അതായത് ഇന്ത്യയിലും വത്തിക്കാനിലും ഒരേ സമയത്താണ് അത് പ്രഖ്യാപിച്ചത്. നിങ്ങൾ വത്തിക്കാൻ സൈറ്റിൽ നോക്കിയാൽ ഇത് കൃത്യമായി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ മാർപ്പാപ്പ രാജി സ്വീകരിച്ചതും പകരം സംവിധാനം ഏർപ്പെടുത്തിയതും ഒരേ സമയത്താണ്. അതിനാൽ 2011 ജനുവരി 2025
2025 ജനുവരി 11 ഉച്ച കഴിഞ്ഞ് 4:19 വരെ ബോസ്കോ പിതാവായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ഭരണം നടത്തിയിരുന്ന ആള്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഉത്തരവുകളും സാധുവാണ്. ആ കൽപ്പനകൾ പാലിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളും ബാധ്യസ്ഥരാണ്, അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും ഒക്കെ. അതുകൊണ്ട് അദ്ദേഹം ക്രിമിനലാണെന്നൊക്കെ പറഞ്ഞ് ഈ പരസ്യപ്പെടുത്തിയാൽ ഞാൻ ആവശ്യപ്പെടുന്നത് ബോസ്കോ പിതാവിനോട് ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനാണ്. ഇവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം, കോടിക്കണക്കിന് രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. അതാണ് ശരിക്കും വേണ്ടത്. അത്രമാത്രം ദ്രോഹബുദ്ധിയാണ് ഈ വിമത വൈദിക നേതാവിനും അതുപോലെ അൽമായ മുന്നേറ്റ ഗുണ്ടയ്ക്കുമുള്ളത്. ഇനിയും എന്തിനാണ് മെത്രാന്മാരെ കാത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആരെ ചേർത്ത് പിടിക്കാനാണ്, ആരെ പേടിച്ചിട്ടാണ് നിങ്ങൾ നടപടികൾ എടുക്കാത്തത്? ക്രിമിനൽ എന്ന് വിളിക്കുന്ന ഒരു മെത്രാനെ ക്രിമിനൽ എന്ന് വിളിക്കുക, അതും ന്യായമായ അധികാരത്തിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ വെല്ലുവിളിക്കുന്ന ആൾക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് മാനനഷ്ട കേസ് കൊടുക്കാത്തത്? ഞാനൊരു വാൽകഷ്ണം കൂടി പറയാം. ഈ വാരിയെല്ല പൊട്ടിയ പോലീസുകാരൻ ജോലി തുടർന്നത് എങ്ങനെ എന്ന് ഇതിലൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ കൈയൊടിഞ്ഞ രാജനച്ചൻ അവിടെ പിന്നെയും ഇരുന്നത് എങ്ങനെയെന്ന് വിശ്വാസികൾ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യം എന്താണ്? ഒരു പോലീസുകാരൻ്റെ 2 വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. ആ വേദന സഹിച്ചിട്ട് തന്നെയാണ് അയാൾ അവിടെ ഡ്യൂട്ടി തുടർന്നത്. മറ്റൊരു പോലീസുകാരൻ്റെ കൈയുടെ കുഴ ഇങ്ങനെ വിമത വൈദ്യര് തെറ്റിച്ചിട്ടുണ്ട്, പിടിച്ച് തിരിച്ചിട്ട്. അത് രണ്ടും വിമത വൈദ്യർ ആക്രമണത്തിൽ സംഭവിച്ചതാണ്. വേദന കടിച്ചു പിടിച്ചാണ് അവർ ഡ്യൂട്ടി പൂർത്തിയാക്കിയത്. തീർന്നില്ല. ഇതെല്ലാം 2 കോൺസ്റ്റബിൾമാർ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ രീതി അറിയാലോ. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ സൈറ്റിലൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതൊക്കെ കോടതിയിലോ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിലോ എവിടെയാണ് ഹാജരാക്കേണ്ടത് അവിടെയെല്ലാം അവർ ഹാജരാക്കുകയും ചെയ്യും. വിമത വൈദികരെ, അൽമായ മുന്നേറ്റക്കാരെ, 2 കാര്യങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ നുണപ്പാട്ടുകൾ നിർത്തൂ. അതല്ല, ഇനിയും നിങ്ങളുടെ നുണപ്പാട്ടുകൾ തുടരാനാണോ ഭാവം? അപ്പോൾ പാടി നടക്കാൻ പാണന്മാരെ ഏർപ്പാടാക്കുകയാണോ നിങ്ങൾ? 2ാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും സഭ നിരീക്ഷിക്കുകയും സഭ ദുർബലമാണെന്ന് നിങ്ങൾക്ക് ഉണ്ടാകാം, നേതൃത്വം ദുർബലമാണെന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷെ എല്ലാം രേഖപ്പെടുത്തുകയും നിങ്ങൾക്കെതിരെയുള്ള രേഖകളായിട്ട് ശേഖരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഇതെല്ലാം അശനിപാതം പോലെ നിങ്ങളുടെ തലയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇതൊരു സഹോദര ബുദ്ധിയുള്ള ഒരു താക്കീതായോ മുന്നറിയിപ്പായോ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.